ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ നൗ പീപ്പിൾ ആർ സേയിങ് ദറ്റ് വി ആർ ബോmbarded വിത്ത് ഇൻഫർമേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ചാറ്റ് GPT-യിൽ നമ്മൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ഇറ്റ് ഈസ് എൻ എൻഡ്ലെസ് പ്രോസസ്. ഓക്കെ, യു വിൽ ഡ്രിൽ ആൻഡ് യു വിൽ ബി ലോസ്റ്റ് ഇൻ എന്താ പറയുക ഇൻ ട്രെഞ്ചസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ, അപ്പൊ വി ആർ ആക്ച്വലി ബോmbarded വിത്ത് ഇൻഫർമേഷൻ. അപ്പൊ അത് പ്രോസസ് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് ആണെന്നാണ് പൊതുവെയുള്ള കംപ്ലൈന്റ്. ഓഫ് കോഴ്സ് ഓക്കെ, ഇഫ് യു ആർ അതായത് ത്രോട്ടിൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക് പ്രഷർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഷുവർ ആണ് ഇത് ഗഷ് ചെയ്ത് ഇറ്റ് വിൽ ഓവർവെൽം us. പക്ഷെ ഇതേ അതിപ്പോ somebody bombarding information into you. പക്ഷെ when you are supposed to learn to reach a certain level or in order to do a certain subject, say ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കണം. അപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു റിക്വയർ ട്രമെൻഡസ് amount of information. ഫോർ എക്സാമ്പിൾ you should understand linear algebra, at least ഈ 2, 3, 4 ഓർഡർ മെട്രിസസിനെ കുറിച്ച് നല്ല ഐഡിയ വേണം. അപ്പോൾ ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് എന്താണ്, എന്തുകൊണ്ട് യു കനോട്ട് മോഡൽ 2D റൊട്ടേഷൻ യൂസിങ് 2x2 മെട്രിസസ്, വൈ യു റിക്വയർ 3x3, എന്താണ് അഡിറ്റീവ് കോമ്പൗണ്ട്, അങ്ങനെ കുറെ ഒരു പ്രീസപ്പോസിഷൻ ഉണ്ട് ഒരു സബ്ജക്ട് പഠിക്കുന്നത്. ഇനിയിപ്പോ കമ്പൈലേഴ്സ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് സം ഐഡിയ അബൌട്ട് റെഗുലർ എക്സ്പ്രഷൻ, പിന്നെ എന്താണ് ഗ്രാമർ, ഹോച്ച് പോച്ച് ഓഫ് തിങ്സ് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പൊ ഡാറ്റാബേസ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ you should understand compilers, of course, and then only you will be able to write an SQL interpreter, or you will be able to tweak an SQL interpreter. Then you should be having good knowledge about B-tree and algorithms. നല്ല knowledge വേണം. ഇനി ഡാറ്റ എൻകോഡ് ചെയ്യാനും ഈ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൈനറി കോഡഡ് ഡെസിമൽ, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഇൻ കംപ്രസ്ഡ് ഫോർമാറ്റ്, അങ്ങനെ ഡിഫറെന്റ് റെക്കോർഡ്സ് വിത്തിൻ ദ സെയിം ബ്ലോഗ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു റിക്വയർ ട്രമെൻഡസ് amount of prerequisite. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മിക്ക ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ they are not, when they began to study it, they are overwhelmed. അപ്പൊ ഇതിന്റെ ഒരു കാരണം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഇങ്ങനെ ഫാക്ട്സ് എക്സ്പീരിയൻസ് ആയിട്ടും കുറെ ഫാക്ട്സ് ഹോച്ച് പോച്ച് ഫാക്ട്സ് ആയിട്ടും പിന്നെ ഒരു എംബോഡിമെന്റ് ഇല്ല ആ നോളജിന്റെ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാത്തമാറ്റിക്കൽ ആഴ്സണൽ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വാദം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പഠിച്ചത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് റെഗുലർ എക്സ്പ്രഷൻ, SQL ഇന്റർപ്രറ്റർ ആൻഡ് ഫങ്ഷണൽ കോമ്പോസിഷൻ ഹാസ് ഇൻ കോമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 കാര്യങ്ങളാണ്. റെഗുലർ എക്സ്പ്രഷൻ പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും. പക്ഷെ ഇത് ടേക്ക് ഒരു മാത്തമാറ്റിക്കൽ വ്യൂ, എല്ലാം ക്ലോഷർ എന്നുള്ളൊരു നോഷനെ, മാത്തമാറ്റിക്കൽ ക്ലോഷർ എന്ന് പറഞ്ഞൊരു നോഷനെ ചുറ്റിപ്പറ്റിയാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോർട്ട്ഫോളിയോ, ഫൈൻഡിങ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ, പിന്നെ ഹൈപ്പർപ്ലെയിൻ മാക്സിമം സെപ്പറബിൾ ഹൈപ്പർപ്ലെയിൻ ഇൻ സപ്പോർട്ട് വെക്ടർ മെഷീൻ, ലീനിയർ റിഗ്രഷൻ. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ 3 സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ ലാർജ് ക്ലാസ് ഓഫ് പ്രോബ്ലംസ് കൻ ബി റെഡ്യൂസ്ഡ് ഇൻ ടു ലീനിയർ പ്രോഗ്രാം. ഇനിയിപ്പോ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ ഉള്ളതും പിന്നെ നമ്മുടെ എന്താ പറയാ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം ഉള്ള 100ഓളം പ്രോബ്ലംസ് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലോട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോ ഇനി ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമൈസേഷൻ ഇൻ ലീനിയർ റിഗ്രഷൻ, SVM, പിന്നെ എന്താ പറയാ നമ്മുടെ മെഷീൻ ലേണിംഗിലുള്ള ഒപ്റ്റിമൈസേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു സ്റ്റഡി എടുത്തത്. ഈ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ യു വിൽ ബി ഏബിൾ ടു റീസൺ അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്ര, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് അത്യാവശ്യം നന്നായിട്ട് അറിയണം. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം ഇൻ 1 വേരിയബിൾ, 2, 3 വേരിയബിൾസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി മെട്രിസസ് ഇല്ലാതെ തന്നെ ഒപ്പിക്കാം. 3 ബ്രൂട്ട് ഫോഴ്സ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക്
ഹയർ ഡയമെൻഷൻ അല്ലെങ്കിൽ ഹയർ ഓർഡർ മെട്രിസസ് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നോഷൻസ് ലൈക്ക് ഗ്രേഡിയന്റ്, ഹെസ്സിയൻ, ജക്കോബിയൻ. ഗ്രേഡിയന്റ്, ജക്കോബിയൻ, ഹെസ്സിയൻ അങ്ങനെ നിങ്ങൾ അറിയണം. പലതരം ഫങ്ഷൻസ് അറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു സ്റ്റഡി എനി അഡ്വാൻസ് സബ്ജക്ട്, if you study it linearly without actually finding the mathematical or the conceptual interconnection അല്ലെങ്കിൽ ontological interconnection ഇല്ലാതെ പഠിക്കുകയാണെങ്കിൽ I don't think that you will be able to do well in different subjects. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അപ്പോൾ നിങ്ങൾക്ക് റിലേഷണൽ ഡാറ്റാബേസസ്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, പിന്നെ എന്താ പറയുക, പ്രൊലോഗ്, മാത്തമാറ്റിക്കൽ ലോജിക്കിനെ കുറിച്ചൊക്കെ ഒരു നല്ല ഐഡിയ വരികയും നിങ്ങൾക്ക് യു വിൽ ബി ഏബിൾ ടു റീസൺ അബൌട്ട് ലാർജ് ക്ലാസ് ഓഫ് പ്രോബ്ലംസ്. അതിന്റെ കൂടെ ഇപ്പോൾ സെറ്റ് റിലേഷൻ ഫംഗ്ഷന്റെ കൂടെ ഗ്രൂപ്പ് റിംഗ് ഫീൽഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്സ്, പിന്നെ പ്രോപ്പർട്ടി ബേസ്ഡ് ടെസ്റ്റിംഗ്, അങ്ങനെ പല വിഷയങ്ങളിലോട്ട് ഒരു പ്രവേശിക്കുകയാണ്. ഓറൽസ് ഒക്കെ കൺസെപ്റ്റ്സ് ഇൻ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇപ്പൊ കാറ്റഗറി തിയറിയെ കുറിച്ച് അധികം ഇപ്പൊ ഒരു മാത്തമാറ്റീഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിലും യുജീനിയ ചെങ്ങിന്റെ കപ്പിൾ ഓഫ് ബുക്സ് ഉണ്ട്, കേക്ക് കസ്റ്റാർഡ് എന്നൊരു ബുക്ക് ഉണ്ട്, പിന്നെ ജോയ് ഓഫ് അബ്സ്ട്രാക്ഷനിൽ ഹാസ് ഗോട്ട് ഗുഡ് കവറേജ് അബൌട്ട് കാറ്റഗറി തിയറി. പിന്നെ കുറച്ച് ChatGPT ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ അണ്ടർലൈൻ മാത്തമാറ്റിക്സിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലോജിക്, ഈ 3 ടൂൾസ്, അതായത് അതൊരു ഡൊമൈൻ ആൻഡ് ഫിലോസഫി ഓഫ് കോഴ്സ്, ആൻഡ് പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഗെയിം തിയറി, ഈ 5 ടോപ്പിക് അല്ലെങ്കിൽ ഈ 3, അതായത് മാത്തമാറ്റിക്സ്, ഇതിന്റെ കൺസെപ്ച്വൽ മെച്യൂരിറ്റി നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, യു വിൽ ബി ഏബിൾ ടു ഹാവ് എ ടൂൾ കിറ്റ് അപ്രോച്ച് ടുവേർഡ്സ് മോസ്റ്റ് പ്രോബ്ലംസ്. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ ഓവർലോഡിനൊരു ആന്റിഡോട്ടും കൂടിയാണ്. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് തന്നെ എടുക്കാം, അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് പ്രൊസീജിയറൽ ലെവൽ എൻകോഡിംഗ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൈ ഡൂയിങ് തിങ്സ് ഒക്കെ യു വിൽ ബി ഏബിൾ ടു ലേൺ. അപ്പോൾ കുറച്ച് എന്താ പറയുക, നോളജ് എംബോഡീഡ്. നേരത്തെ പറഞ്ഞ കാര്യം സംസ്കാരം, വാസന, പ്രാവീണ്യം, വ്യക്തിത്വം, അങ്ങനെ ഒരു സീരീസ് ഓഫ് തിങ്സ് വഴി നമുക്ക് നമ്മളിലോട്ട് നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാറും. ഇപ്പൊ ഈ നമ്മുടെ എന്താ പറയുക ടൂള് നമ്മുടെ എക്സ്റ്റൻഷൻ ആയിട്ട് മാറുന്നതിനാണ് മാർട്ടിൻ ഹൈഡഗർ സുഹാൻഡൻ ടേം വിളിച്ചത്, ജർമ്മൻ ടേമ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതൊരു വരാണ്ടനായിരിക്കും, അതായത് വി നീഡ് എക്സ്പ്ലിസിറ്റ് തോട്ട്. അതായത് ചില ആൾക്കാർക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഒന്നല്ല പ്രോഗ്രാമിംഗ്, ചിലപ്പോൾ അവർ ബസ്സിലിരിക്കുകയോ അല്ലെങ്കിൽ അവര് ബോറടിച്ചിരിക്കുമ്പോഴോ ഈ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് കൺസീവ് ചെയ്യാനും തിങ്ക് ചെയ്യാനും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ക്യൂ നിൽക്കുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്നതും വലിയ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തൗട്ട് കാനോണിക്കൽ എൻകോഡിംഗ് ടൂൾസ് ലൈക്ക് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡ്രഗ് ടെസ്റ്റിംഗ്, AB ടെസ്റ്റിംഗ്, പിന്നെ ഈ എന്താ പറയുക ട്രീറ്റഡ് കൺട്രോൾ സെറ്റ്, അങ്ങനത്തെ റാൻഡമൈസ് കൺട്രോൾ ട്രയലിനെ കുറിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ, നല്ല പ്രോബബിലിറ്റി നോഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക ടെസ്റ്റിന്റെയും ഫണ്ടമെന്റൽസ് ഒക്കെ നമുക്ക് മോഡൽ ചെയ്ത് വെക്കാം. അപ്പൊ ബേസിയൻ തിങ്കിങ് ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഡു ഇൻവേഴ്സ് റീസണിങ് മച്ച് ബെറ്റർ ദാൻ മോസ്റ്റ് പീപ്പിൾ. അപ്പൊ ബേസ് റേറ്റ് നെഗ്ലക്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ബേസിയൻ ഫ്രെയിംവർക്കിൽ വേൾഡ് കാണാൻ വേണ്ടി. അപ്പോ എന്റെ കണ്ണില് ഇപ്പോ ആന്റിഡോട്ട് എന്താ പറയാ ടു ഇൻഫർമേഷൻ ഓവർലോഡ്, മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അതിലൊരു എൻഡ് ഇല്ല, ദാറ്റ്സ് എ ജേർണി. കാരണം 100,000 മാനേജേഴ്സ് ഓഫ് മാത്തമാറ്റിക്സ് വേൾഡിലുണ്ടെന്നാണ് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ എവിടെയോ വായിച്ചത്. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കാകെ 100 കൊല്ലേ വഴിയുള്ളൂ. അപ്പോ നമുക്ക് 100 മാനേജേഴ്സ് ജീവിക്കണമെന്നില്ല. ബൈ ദ ടൈം നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കൊക്കെ ഒരു 10-20 വയസ്സാവും ഒരു സബ്ജക്റ്റിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് ആക്റ്റീവായിട്ട് പല പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വളരെ എന്താ പറയാ നമുക്കൊരു നാരോ വിൻഡോ കിട്ടുള്ളൂ. അപ്പോൾ വിൽ ബി ഏബിൾ ടു സ്റ്റഡി ഓൺലി ലോട്ട്. അപ്പൊ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഉണ്ട്. അതായത് അവിടെ തന്നെ ഈ യൂസിങ് മാത്തമാറ്റിക്സ് ആൻഡ് ഡൂയിങ് മാത്തമാറ്റിക്സ് ഉണ്ട്. പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഈ മറ്റ് സബ്ജക്റ്റുകളൊക്കെ അറിയുന്ന രീതിയിൽ ഒരു എന്താ പറയാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്.
അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പോ ഒരു സർവേ എടുക്കുക, ഓക്കെ, ഇപ്പൊ എന്നിട്ട് അതിലോട്ട് ഫോർ ചെയ്യുക. ഇപ്പോ എന്താ പറയാ, എന്നെ ഭയങ്കരമായിട്ട് എന്റെ ചെറുപ്പത്തിലെ മാത്തമാറ്റിക്കൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ അത് വേണം എന്നുള്ളത് തോന്നാൻ കാരണം മറ്റേ മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് ആൻഡ് എലമെന്ററി സർവേ എന്നുള്ള ഒരു ബുക്കാണ് ടാരോ യമാനയുടെ. അപ്പോൾ ദർ ആർ ബുക്സ്, പോപ്പുലർ സയൻസ് ബുക്സ് ഓൺ മാത്തമാറ്റിക്സ്. കളക്ട് ഇറ്റ്, go through it, so then you will be able to get tools in order to encode information. അപ്പോൾ അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഓഫ് ടൂൾസും ഇത് തമ്മിലുള്ള ക്രോസ് കോർഡിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സീ വേൾഡ് മച്ച് ബെറ്റർ. അപ്പോൾ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലോജിക്ക്, ഫിലോസഫി ആൻഡ് ഗെയിം തിയറി, ഇങ്ങനത്തെ ഫണ്ടമെന്റൽ ഹൊറിസോണ്ടൽ സബ്ജക്റ്റിന് മുകളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗുണവും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ആയുസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് 5x ലൈഫ് നയിക്കാൻ പറ്റും, അനുഭവം കൊണ്ട് കേട്ടോ. അല്ലാണ്ട് 5x പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രോമിസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ ഷോർട്ട്, മാത്തമാറ്റിക്സ് ഈസ് എ ആന്റിഡോട്ട് ഫോർ ഇൻഫർമേഷൻ ഓവർലോഡ്. ഇതാണ് ഈ വീഡിയോന്റെ മെസ്സേജ്. നന്ദി, നമസ്കാരം.